അപ്പം പലരും ചോദിക്കാറുണ്ട്, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏത് കോൺഫിഗറേഷനുള്ള പ്രോപ്പർട്ടിയാണ് നോർമലി വാങ്ങാറുണ്ട്? അത് 3 ബെഡ്റൂം വേണോ, 2 ബാത്റൂം 2 ഗ്യാരേജ് വേണോ, അല്ലെങ്കിൽ 4 ബെഡ്റൂം 2 ബാത്റൂം 2 ഗ്യാരേജ് വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് ലോൺ കിട്ടുന്നത് അതിന് അനുസരിച്ചുള്ള നല്ല ലൊക്കേഷനിൽ പോയി പ്രോപ്പർട്ടി വാങ്ങാം. നമ്മൾ വീടിൻ്റെ കോൺഫിഗറേഷനോ ഈ ഫാൻസി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇത് ചെയ്യാതെ നമ്മുടെ ലൊക്കേഷൻ നല്ലത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ 3 ബെഡ്റൂം 1 ബാത്റൂം 1 ഗ്യാരേജ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് അതിനുള്ളൊരു ഗ്രോത്താണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിപ്പോഴും നമുക്ക് താമസിക്കാനുള്ളൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നിട്ട് വേണം എപ്പോഴും ആ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. പലരുടെയും ഈ പ്രോപ്പർട്ടി പർച്ചേസ് ഡിലേ ആവുന്നതിൻ്റെ ഒരു റീസണും അതാണ്. എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട്, പല ക്ലയൻസും വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബ്രിക്കിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വരെ പ്രോപ്പർട്ടി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പേഴ്സണൽ ചോയ്സ് ആണ്. എങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ മാത്രം കാണും. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ കാണുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല എന്ന് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. ഈ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ നമ്മളത് കാണുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ബോർഡർലെസ് പർച്ചേസ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുക. പിന്നെ ആ ഒരു ഏരിയയിൽ മോസ്റ്റ് ഓഫ് ദ ബെറ്റർ കോൺഫിഗറേഷൻ, ആ ഏരിയയിൽ ഒരുപാട് 3 ബെഡ്റൂം 1 ബാത്റൂം ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ 4 ബെഡ്റൂം 2 ബാത്റൂം മാത്രമുള്ള ഏരിയയിൽ പോയി നമ്മൾ 3 ബെഡ്റൂം 1 ബാത്റൂം വാങ്ങാണ്ടിരിക്കുക. എപ്പോഴും ഈ കാര്യം മൈൻഡിൽ വയ്ക്കുക. ലൊക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിന് ശേഷമാണ് നമ്മൾക്ക് വീടിൻ്റെ ഒരു ഫാക്ടർ വരുന്നത്. അപ്പം ഓക്കെ, സീ യു, ബൈ ബൈ.